വർഷത്തെ വേൾഡ് ഹാർട്ട് ഡേൻ്റെ തീം എന്നുള്ളത് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ. നമ്മൾ ഹൃദയത്തിന് ഉപകാരപ്രദമായ രീതിയിൽ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ സെപ്റ്റംബർ 29 മാത്രം, ആ ഒരു ദിവസം മാത്രമല്ല നമ്മൾ ഹൃദയ സംരക്ഷണം വേണ്ടത്. ഹൃദയ സംരക്ഷണം എന്നുള്ളത് അതിൻ്റെ ഒരു ബോധവൽക്കരണ ദിവസം മാത്രമാണ് ഇന്ന്. നമ്മൾ ഹൃദയം സംരക്ഷിക്കാനുള്ള 4 കാര്യങ്ങൾ അത് മാത്രം പറഞ്ഞു നിർത്താം. ഒന്നാമത്, സ്മോക്കിംഗ് ഒഴിവാക്കുക. ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ വില്ലനാണ് സ്മോക്കിംഗ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞത്, നമ്മൾ റെഗുലറായിട്ടുള്ളൊരു എക്സസൈസ്, അത് ഒരു 150 മിനിറ്റ് ഒരാഴ്ചയിൽ, ഒരു ദിവസം 30 മിനിറ്റ് വെച്ച് 5 ദിവസം അത്രയും ചെയ്താൽ മതി. അത് റെഗുലറായിട്ട് ഒരു നല്ല ഡിസിപ്ലിനോട് കൂടി ചെയ്യുക. മൂന്നാമത്തത്, ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണ രീതി എന്നുള്ളതാണ്. അത് വിശദമായി പറയാൻ സമയമില്ല, നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. നമ്മൾ ജങ്ക് ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യുക. നമ്മളെ ഏത് രീതിയിൽ അധ്വാനിക്കുന്നത് അതിനനുസരിച്ച് മാത്രം ഭക്ഷണം കഴിക്കുക. അപ്പോൾ ആ രീതിയിൽ ഒരു ചിട്ടയും പഠിപ്പുള്ള നല്ല ആഹാരക്രമം. നാലാമത്തത്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് നല്ല വിശ്രമം, മതിയായ വിശ്രമം നമ്മുടെ ശരീരത്തിനും ഹൃദയത്തിനും കൊടുക്കുക എന്നുള്ളതാണ്. പറഞ്ഞാൽ നല്ല ഉറക്കം എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ എല്ലാവരും മുറുകെ പിടിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഒരു ദിവസം എനിക്ക് നൽകാനുള്ള ഉപദേശം. നമുക്കറിയാം, ഇന്ന് ലോക ഹൃദയ ദിനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും സമൂഹത്തിന് ഹൃദയത്തിൻ്റെ സംരക്ഷണത്തിന് പ്രാധാന്യം വിളിച്ചോതുന്നതിനും വേണ്ടിയാണ് ഈ ദിനം നമ്മൾ കൊണ്ടാടുന്നത്. ഒരുപാട് മനുഷ്യന്മാർ ഹൃദയ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ഹോസ്പിറ്റലിൽ നിരന്തരം കയറിയിറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഓരോ മനുഷ്യനും ഹൃദയത്തിൻ്റെ സംരക്ഷണവും അത് എങ്ങനെ ഒരു മനുഷ്യന് പ്രധാനമാണെന്നുള്ള ബോധം ഉണ്ടാക്കുകയും ഹൃദയത്തെ നല്ല രീതിയിൽ മനുഷ്യൻ്റെ ജീവിതകാലത്തിലുടനീളം മുന്നോട്ട് കൊണ്ടുപോകാൻ, സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും എങ്ങനെ സാധിക്കുമെന്നുള്ളൊരു ബോധവൽക്കരണം ജനങ്ങൾക്കൊക്കെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം, ഒരു ഹൃദയരോഗി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്ന വേദനകൾ എന്ന് പറയുന്നത് ആരോഗ്യപരമായിട്ട് മാത്രമല്ല, സാമ്പത്തികപരമായിട്ടും വലിയ ചെലവേറിയ ഒരു അസുഖമായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹൃദയം. ഹൃദയമില്ലെങ്കിൽ മനുഷ്യനില്ല, മനുഷ്യൻ്റെ ആരോഗ്യമില്ല, മാനസികാരോഗ്യമില്ല, എല്ലാ തരത്തിലും പ്രശ്നമാണ്. അതുകൊണ്ട് ഓരോ മനുഷ്യനും ചെറുപ്പം മുതൽ തന്നെ ഹൃദയാരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ട പ്രാധാന്യം വിളിച്ചെന്ന ദിവസത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ഇതുമായി ബന്ധപ്പെട്ട് യങ്സ്റ്റാർ സ്പോർട്സ് ക്ലബ് ജനകീയ വായനശാല കള്ളോട്ടിയാൽ നടത്തിയ ഈ ബോധവൽക്കരണ റാലി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ വിനോദ് SP സർ, ഇതിൽ സ്വാഗതം പറഞ്ഞ ബാബുവാട്ടൻ, അധ്യക്ഷൻ പ്രേമാട്ടൻ, ആശംസ സംസാരിച്ച അജിത് മാട്ട്, ഇതിൽ പങ്കെടുത്ത എല്ലാ സ്പോർട്സ് പ്ലേയറുകളും കുട്ടികൾക്കും എല്ലാവരോടും വായനശാലയോടും ക്ലബിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളു. ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന
ലോക ഹൃദയാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടയോട്ടമാണ്. അതിനിവിടെ എത്തിച്ചേർന്ന ആദ്യം സ്വാഗതം പറഞ്ഞ സെക്രട്ടറി ശ്രീ പി രാധാകൃഷ്ണൻ, നമ്മുടെ മുഖ്യാതിഥിയും ഈ ചടങ്ങ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ഡോക്ടർ വിജേഷ് നമ്പ്യാർ, സെർസി പി കെ നാരായണൻ, വൈസ് പ്രസിഡൻറ്റ് ബാബു പണ്ണേരി, മറ്റ് പ്രിയപ്പെട്ട എല്ലാ ലയൺസ് ക്ലബ്ബ് അംഗങ്ങളെ, ഹൃദയം ഏത് വിധത്തിൽ സംരക്ഷിക്കണം എന്നതിനെപ്പറ്റിയും അതിന് നമ്മൾ പാലിക്കേണ്ട കർമ്മങ്ങളെപ്പറ്റിയുമാണ് മെയിനായിട്ട് ഇന്ന് ഉദ്ബോധിപ്പിക്കുന്നത്. ഭക്ഷണം, വ്യായാമം, റെഗുലർ ചെക്കപ്പ് എന്നീ കാര്യങ്ങൾ മെയിനായിട്ട് ചെയ്യണം. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. അതിൻ്റെ മുദ്രാവാക്യങ്ങളുമുണ്ട്. അവർ ഹേർട്ട് ഫോർ ആക്ഷൻ എന്നാണ് അതിൻ്റെ മുദ്രാവാക്യം ഇക്കൊല്ലം ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ ചടങ്ങിന് 2 വാക്ക് സംസാരിക്കാൻ സെർസി പി കെ നാരായണനെ ക്ഷണിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആചരിക്കുമ്പോൾ ഏറ്റവും ഏറെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു കാര്യം കൂടിയാണ് ഹൃദയം സംരക്ഷിക്കുക എന്നുള്ളത്. പൊതുവെ ആരോഗ്യ സംരക്ഷണത്തിൽ വളരെ പിന്നോക്കമാണ് മലയാളികൾ പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെയാണ് കേരളം ഒരു ജീവിതശൈലി രോഗങ്ങളുടെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നത്. അനാവശ്യമായ സ്ട്രെസ്സുകൾ, അതുപോലെ തന്നെ അമിതമായ ഭക്ഷണം കിട്ടാതെ കേരളത്തിൽ ആളുകൾ മരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അമിതമായ ഭക്ഷണം, അനിയന്ത്രിതമായ ഭക്ഷണം, ഒരു ചിട്ടയില്ലാത്ത ഭക്ഷണ രീതി, അതോടൊപ്പം വ്യായാമക്കുറവ്, ഇതാണ് ഈ പല ചെറുപ്പക്കാരും അകാലത്തിൽ നമ്മെ വിട്ടുപോകുന്ന ഒരു വല്ലാത്ത ദുരവസ്ഥ കേരളത്തിൽ അനുദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു അവയർനെസ് എന്നുള്ള നിലക്കാണ് ഇന്നത്തെ ഈ ദിനം മൈ ലയൺസ് ക്ലബ്ബ് ഹൃദയാരോഗ്യത്തെ പരിപാലിക്കുന്നതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇങ്ങനെ ഒരു കൂട്ടവട്ടം സംഘടിപ്പിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ലയൺസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് 3180യുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. അടുത്തതായി ഈ അവയർനെസ് റാലി ഉദ്ഘാടനവും ഫ്ലാഗ് ഓഫും ചെയ്യാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ വിജേഷ് നമ്പ്യാരെ സാദരം ക്ഷണിക്കുകയാണ്. നമസ്കാരം. ഇന്ന് ലോക ഹൃദയാരോഗ്യ ദിനം. ആദ്യമായി ലോക ഹൃദയാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് മൈ ലയൺസ് ക്ലബിനെ അഭിനന്ദിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ ലോക ഹൃദയാരോഗ്യ ദിനത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഹൃദയ സംബന്ധമായുള്ള അസുഖങ്ങൾക്കെതിരെ ഉള്ള ഒരു അവബോധം സൃഷ്ടിക്കാൻ ഈ കൂട്ടയോട്ടം സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ ഹൃദയ സംബന്ധമായുള്ള അസുഖങ്ങളുടെ അളവ് വളരെയധികം കൂടി വരികയാണ്. ചെറുപ്പക്കാർ മുതൽ ഹൃദയ സംബന്ധമായുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നു. ഇതിന് കാരണങ്ങൾ പലതുമുണ്ട്. അനിയന്ത്രിതമായിട്ടുള്ള ജീവിതശൈലി, ഭക്ഷണം കഴിക്കുന്നതിലുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ടുള്ള സമീകൃത ആഹാരമല്ലാതെ കൂടുതലായിട്ടുള്ള ഫാസ്റ്റ് ഫുഡുകളും ആരോഗ്യപരമായിട്ടല്ലാത്ത ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും കൂടെ ഉണ്ടാകുന്ന വിപത്തുകൾ, കൂടുതലായിട്ടുള്ള മാനസിക സമ്മർദ്ദം, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഹൃദയ സംബന്ധമായുള്ള അസുഖങ്ങൾ കൂടി വരുന്നത്. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെ അത്യന്താവശ്യമായിരിക്കുകയാണ്. ഇതിന് ഒരു അവബോധം സൃഷ്ടിക്കാൻ ഈ കൂട്ടയോട്ടം സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവിധ ആശംസകളും.